Once again, welcome to Mech. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻ്റ് ആണ് ചെയ്യുന്നത്. അതായത് കംപ്രസ്ഡ് എയർ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് കറണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു ഗ്യാസ് ടാങ്കാണ്, ഒരു ചെറിയ ഗ്യാസ് സിലിണ്ടറാണ്, പിന്നെ ഒരു ഗ്യാസ് റെഗുലേറ്റർ വേണം, പിന്നീട് ഒരു DC മൈക്രോ ജനറേറ്ററാണിത്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കമ്പോണൻസ്. നമുക്ക് വർക്ക് തുടങ്ങാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ നമുക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഗ്യാസ് സിലിണ്ടർ ക്ലീൻ ചെയ്ത ശേഷം അതിൻ്റെ മുകളിലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ട്യൂബ് വാൽവ് എടുത്ത് ആ ഹോളിൽ നമുക്ക് ഉറപ്പിക്കണം. ഉറപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് ഈ പ്ലാസ്റ്റിക് ടിന്നിൻ്റെ ഒരു വലിയ ക്യാപ്പും വാട്ടർ ബോട്ടിലൊക്കെ വരുന്ന ഒരു ചെറിയ 6 ക്യാപ്പും നമുക്ക് വേണം. അപ്പോൾ വലിയ ക്യാപ്പിൻ്റെ ഈക്വലായിട്ട് ഒരു 6 ഹോളുകൾ ഇടുകയാണ്. അതിനുശേഷം ചെറിയ ക്യാപ്പിനും അതുപോലെ തന്നെ ഹോൾ ഇടണം. പിന്നീട് സ്ക്രൂ ഉപയോഗിച്ച് ഇത് രണ്ടും ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. അങ്ങനെ 6 എണ്ണം നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് തിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂ അവിടെ ഇട്ട് കൊടുക്കാം സൈഡിലായിട്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. പിന്നീട് ഇത് നമ്മുടെ ജനറേറ്ററായിട്ടൊന്ന് കപ്പിൾ ചെയ്യാം. ഒരു നെറ്റ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ബോർഡിലേക്ക് നമുക്ക് നമ്മുടെ ജനറേറ്റർ ഉറപ്പിച്ചെടുക്കാം. ജനറേറ്ററിൻ്റെ ഈ ഭാഗം മാഗ്നറ്റും ഇവിടെ കോയിലുമാണ് വരുന്നത്. നമുക്ക് കോയിൽ വരുന്ന ഭാഗം നമുക്ക് താഴെ ഉറപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒന്ന് സ്ക്രൂ ഇട്ടൊന്ന് ടൈറ്റ് ചെയ്ത് നമുക്കൊന്ന് ഉറപ്പിക്കാം. പിന്നീട് മാഗ്നറ്റ് വരുന്ന ഭാഗം നമ്മളുണ്ടാക്കിയ ടർബൈൻ നമുക്ക് അതിൽ സെറ്റ് ചെയ്യാം. പിന്നീട് വേണ്ടത് നമുക്കൊരു നോസിലാണ്. അതിനുശേഷം ഒരു PVC പൈപ്പും ഒരു എൻഡ് ഗ്യാപ്പും. അപ്പോൾ എൻഡ് ഗ്യാപ്പിന് നമ്മളൊരു ഹോൾ ഇട്ടിട്ട് ഇതുപോലെ നമ്മുടെ ടർബൈൻ്റെ സൈഡിൽ സ്ക്രൂ ഇട്ട് ഉറപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മൾ PVC വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മൾ തുളച്ചിട്ട് നോസിൽ അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ച് നമ്മളവിടെ ഫിറ്റ് ചെയ്യാം. എന്നിട്ടൊരു ടാപ്പ് എടുത്ത് നമുക്ക് അതിൻ്റെ ഒരു എൻഡ് നോസിലായിട്ട് കണക്ട് ചെയ്യാം. രണ്ടാമത്തെ സൈഡ് സിലിണ്ടറായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ റെഡിയാക്കി വെച്ച സിലിണ്ടർ ഒരു പമ്പ് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് എയർ ഫില്ല് ചെയ്തെടുക്കാം. എന്നിട്ട് ടാപ്പിൻ്റെ മറ്റേ എൻഡ് നമുക്കതിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ സംഭവം വർക്കിംഗ് ആണ്. നമുക്കിനി ഒരു ലൈറ്റ് വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ എക്സ്പെരിമെൻ്റ് സക്സസ് ആയിരിക്കുകയാണ്. വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സുരാജ്.